ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ പരുന്തുംപാറ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ. ഒരു ചെറിയ വീഡിയോ ആണ് എങ്കിൽ പോലും ഫുൾ പരുന്തുംപാറ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് എന്തോ ഒരു ആൽബത്തിൻ്റെ സോങ് ആണെന്ന് തോന്നുന്നു, ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കണ്ടു. ഞങ്ങളൊരു ഈവനിങ് ടൈമാണ് പോയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ അങ്ങൊരു റോട്ടിൽ മലയുടെ മുകളിലേക്ക് ജീപ്പ് കയറി പോണത്? നിങ്ങൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ പോകാം കേട്ടോ. പിന്നെ അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്, ഇതുപോലെ ചെറിയ ചെറിയ കടകൾ, അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ സാധനങ്ങളും, പിന്നെ നമുക്ക് ഡ്രിങ്ക്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കാനും അങ്ങനെ ഐസ്ക്രീം കടയൊക്കെ ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ ശരിക്കും കാണാനുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് കോടമഞ്ഞ് ഇങ്ങനെ കയറി വരും. ചില സമയം നമുക്ക് ഈ താഴ്ഭാഗം ഒന്നും തന്നെ കാണാൻ പറ്റത്തില്ല, അത്രയ്ക്കും നല്ല കോടമഞ്ഞായിരിക്കും അവിടെ ഉണ്ടാവുക. പിന്നെ നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു ക്ലൈമറ്റ് ആയിരിക്കണം എന്നില്ല, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അതാണ് ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ മഴയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു. ചില സമയത്ത് നല്ല വെയിൽ സമയത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത്ര പച്ചപ്പൊന്നും കാണാനായിട്ട് പറ്റില്ല. പിന്നെ നമുക്കിതുപോലെ നടന്ന് ഇങ്ങനെ താഴോട്ടൊക്കെ കാണാൻ പാകത്തിനുള്ള ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ താഴെ നല്ല അരുവിയൊക്കെ കാണാൻ പറ്റും. മഴ ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് മുകളിൽ നിന്നാലും നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് കണ്ടോ നല്ല എന്താണ് ഒരു തെന്നുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ വീഴോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ വരെ പോകും. അതുകൊണ്ട് അവിടെയൊക്കെ നല്ല സേഫായിട്ടിങ്ങനെ കമ്പി കൊണ്ടിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഈവനിങ് ടൈമാണ് പോയത്, അതുകൊണ്ടുകൂടി നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇതുവഴി താഴോട്ടൊക്കെ നമുക്ക് ഇറങ്ങി പോകാം കേട്ടോ. അപ്പം ഞങ്ങൾ അത്രയൊന്നും പോയിട്ടില്ല, ഓൾറെഡി ഞങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള സ്ഥലമായതുകൊണ്ടും പിന്നെ എൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്തൊക്കെ ആയതുകൊണ്ടും നമുക്ക് ഒത്തിരി ദൂരമൊന്നും അങ്ങോട്ടൊന്നും ഇറങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാനിത് എടുത്തതാണ് കേട്ടോ. ഇതുണ്ടോ മഞ്ഞിങ്ങനെ കയറിയും ഇറങ്ങിയും കയറി ഇറങ്ങിയത്. ഇപ്പം നമ്മൾ വന്ന ടൈം അവിടെ ഒന്നും മഞ്ഞുണ്ടായിരുന്നില്ല. ഇപ്പം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഫുള്ള് കണ്ടോ മഞ്ഞായിട്ടുണ്ട്. ഞാൻ ആദ്യം ഈ ഒരു ഏരിയ വീഡിയോ കാണിച്ചപ്പോൾ നിങ്ങൾ ആ മഞ്ഞൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇപ്പോൾ ആ മഞ്ഞൊക്കെ കയറി പിന്നെ ആ മഞ്ഞൊക്കെ വീണ്ടും ഇറങ്ങി. അങ്ങനെയാണ് അവിടുത്തെ ക്ലൈമറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ് വിസിറ്റ് ചെയ്യാനായിട്ട്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഈവനിങ് ടൈമാണ്. ഇഷ്ടംപോലെ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പം താല്പര്യമുള്ളവരൊന്ന് പറ്റുമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോസ് മാത്രമല്ല ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മഞ്ഞൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ കാടും മലയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു പ്ലേസാണ് പരുന്തുംപാറ. അപ്പോൾ മാക്സിമം വെയിലുള്ള ടൈം പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം വെയിലുള്ള ടൈമിൽ ഇത്രയൊരു ഭംഗിയും ഇത്രയൊരു പച്ചപ്പൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.